ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 30,000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 20,000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് അപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഐ കാർഡിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലോ അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഒക്കെ ആഡ് ചെയ്യാം. നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺസ് എല്ലാം നിങ്ങൾക്ക് ബിഗ് ബില്യൺ ഡേയിലും ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ചെക്കൗട്ട് ചെയ്യാവുന്ന സ്മാർട്ട് ഫോൺസ് ആണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലുള്ള ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ സെലക്ട് ചെയ്യുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ട് സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺസ് മാത്രം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത്. സാംസങ്ങിൻ്റെ F54 എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും സാംസങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സാംസങ്ങിൻ്റെ ഈ ഒരു ഫോണിൽ 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഉണ്ട്. OIS ഇനേബിൾഡ് ആണ്. അത്യാവശ്യം ക്യാമറ പെർഫോമൻസും ഉള്ളായിരിക്കും. പിന്നീട് നോക്കി കഴിഞ്ഞാൽ ഇതിൽ 6000 mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബാറ്ററി ഉള്ളതും ഈ ഒരു സ്മാർട്ട് ഫോണാണ്. ഒരു മീഡിയം യൂസേജിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തെ കൂടുതലൊക്കെ ഇതിൻ്റെ ചാർജ് നിൽക്കും. 25 വാട്ടിൻ്റെ ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗെയിമിംഗ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഈ ഒരു ഫോണിന് എടുക്കാതിരിക്കുക. എക്സിനോസിൻ്റെ ചിപ്സെറ്റ് ആണ് ഇതിൽ വരുന്നത്. ഇനി അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് iQൻ്റെ Z7 Pro ആണ്. ഏകദേശം 24,000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. മീഡിയടെക്കിൻ്റെ Dimensity 7200 ചിപ്സെറ്റ് വരുന്നുണ്ട്. ഇതിൽ കാർഡ് ഓഫറൊക്കെ കിട്ടുകയാണെങ്കിൽ 2,000 രൂപ ഓഫ് കിട്ടുകയാണെങ്കിൽ ഏകദേശം 21 രൂപയ്ക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് കിട്ടും. നല്ല ബെസ്റ്റ് ഡീലാണ്. പർച്ചേസ് ചെയ്തോളുക. ഇതൊരു സ്മാർട്ട് ഫോണാണ്. അടുത്തത് OnePlusൻ്റെ സ്മാർട്ട് ഫോൺ നോക്കുന്നവർക്ക് OnePlus Nord 3 ആണ്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. അത്യാവശ്യം കിള്ളൊരു ഡിസൈനാണ്. പിന്നെ ഈ മറ്റേ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒക്കെ ഇപ്പം OnePlus ലൈഫ് ടൈം വാറണ്ടി ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ OnePlus ഇഷ്ടമുള്ളവർ, OnePlusൻ്റെ ക്യാമറ ഇഷ്ടമുള്ളവരൊക്കെ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ്. സോ അടുത്തൊരു ഡിവൈസ് എന്ന് പറയുന്നത് പിക്സലിൻ്റെ 6a ആണ്. അപ്പോൾ പിക്സൽ 6a നിങ്ങൾക്ക് ഏകദേശം ഒരു 28 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടും. കുറച്ച് പഴയ സ്മാർട്ട് ഫോൺ ആണ്. എന്നാലും ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ആണ്. നിങ്ങൾക്ക് അത് ഓൾറെഡി അറിയായിരിക്കും. പിക്സൽ എന്ന് പറയുന്നത് തന്നെ ഫോട്ടോസിന് വേണ്ടിയിട്ടാണ് ഒരു സ്മാർട്ട് ഫോൺ ഇറക്കിയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. പിന്നെ ഇതിലെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കിടലായിരിക്കും. പിന്നെ ഇതിൽ ഗൂഗിളിൻ്റെ ടെൻസർ ചിപ്സെറ്റാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റിംഗ് നടക്കുന്ന ഒരു ചിപ്സെറ്റാണ്. പിക്സൽ ഫോൺ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യുക. അടുത്ത നമ്മുടെ ലിസ്റ്റുള്ള സ്മാർട്ട് ഫോൺ നത്തിങ് ഫോൺ 1 ആണ്. നത്തിങ് ഫോൺ 1നെ പറ്റിയാണെങ്കിൽ ഒരു ഓവറാൾ ഒരു നല്ലൊരു സ്മാർട്ട് ഫോണാണ്. എല്ലാ മേഖലയിലും കൃത്യമായിട്ട് ഒരു ചെറിയ പരിപാടികളൊക്കെ ഉള്ള ഒരു നല്ല സ്മാർട്ട് ഫോൺ. അതാണ് നത്തിങ് ഫോൺ 1. പിന്നെ അതിൻ്റെ ഡിസൈനെ പറ്റിയാണ് എനിക്ക് അതിൻ്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ബോക്സ് ഡിസൈനാണ് വരുന്നത്. പിന്നെ ബാക്കിൽ ലൈറ്റ് കത്തും. പിന്നെ നത്തിങ് OS ആണ് വരുന്നത്. നത്തിങ് OS ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അത്രയൊക്കെയുള്ള നത്തിങ് ഫോണിനെ പറ്റി ഓവറോൾ ഒരു നല്ല സ്മാർട്ട് ഫോൺ. സോ അടുത്ത സ്മാർട്ട് ഫോൺ മോട്ടറോളയുടെ Edge 40 ആണ്. മോട്ടറോള Edge 40യുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പ്യൂർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് കിട്ടും. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കിട്ടും. ബ്ലോട്ട്വെയർസ് ഉണ്ടാകത്തില്ല, ആഡ്സ് ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനെ നോക്കുമ്പം ഒരു കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നൊരു സ്മാർട്ട് ഫോണാണ്. ഒരു ആവറേജ് ക്യാമറ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഒരു കർവ് ഡിസ്പ്ലേ ആയിരിക്കും ഇത് കിട്ടുന്ന. ഒരു പ്രീമിയം ലുക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് Edge 40യിൽ. കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഒരു അവരൊരു പ്രീമിയം ലുക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും മോട്ടറോളയുടെ Edge 40. സോ നമ്മൾ ലിസ്റ്റിലുള്ള ലാസ്റ്റ് സ്മാർട്ട് ഫോൺ iQൻ്റെ Neo 7 Pro ആണ്. ഇതിന് ഇപ്പോൾ കറണ്ട് പ്രൈസ് 35,000 രൂപയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ കാർഡ് ഓഫറും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 30 രൂപ അല്ലെങ്കിൽ ഒരു 31 രൂപയ്ക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുകയാണെങ്കിൽ ധൈര്യമായിട്ട് മേടിച്ചോളും. ഇതിലെ സ്മാർട്ട് ഫോണാണ്. നമ്മൾ ഈ പറഞ്ഞതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഇതാണ്. ക്യാമറ കിടിലമാണ്. എന്നിട്ട് ചിപ്സെറ്റ് നോക്കി കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ Gen 1 ആണ്. ഗെയിമിങ്ങിന് നല്ല കിടില സാധനമാണ്. പിന്നെ ലുക്ക് വെച്ച് നോക്കി കഴിഞ്ഞാൽ iQൻ്റെ ഒരു എല്ലാ സ്മാർട്ട് ഫോണിനും വരുന്ന ലുക്കിൻ്റെ ആ ഒരു ലുക്കൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ പെർഫോമൻസ് വൈസ് കിടിലമാണ്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. ഏകദേശം 30 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫുൾ ചാർജ് ആയി കിട്ടും. പിന്നെ ആകെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഫൺ ടച്ച് OS ആണ്. അത് വേണമെങ്കിൽ നമുക്ക് മാറ്റി നിർത്താവുന്നതേ ഉള്ളൂ. അപ്പം ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ iQ Neo 7 Pro ഈ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോൺ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.